നമസ്കാരം, ഞാൻ ഡോക്ടർ മിഥുൻ മോഹൻദാസ്, കൺസൾട്ടൻറ്റ് സർജിക്കൽ ഓങ്കോളജിസ്റ്റ് SK ഹോസ്പിറ്റൽ. നമ്മളിന്ന് സംസാരിക്കുന്നത് കോളൻ ക്യാൻസർ അഥവാ വൻകുടൽ അർബുദത്തെ പറ്റിയാണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് വളരെയധികം കൂടുതലായി കണ്ടുവരുന്ന ഒരു ക്യാൻസറാണ് കോളൻ ക്യാൻസർ. നമ്മുടെ മാറിയ ജീവിതശൈലിയും ആഹാര രീതികളും ആയിരിക്കാം ഇതിന് കാരണം. എന്തൊക്കെയാണ് കോളൻ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ? മലത്തിലൂടെ അമിതമായി രക്തം പോവുക, മലബന്ധം ഉണ്ടാവുക, വയറിലുണ്ടാകുന്ന പെരുക്കം, അടിവയറ്റിലുണ്ടാകുന്ന വേദന, അമിതമായി ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന വയറിളക്കം തുടങ്ങിയവ കോളൻ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളാവാം. ഇങ്ങനെ മലത്തിൽ നമ്മൾ അകാരണമായി രക്തത്തിൻ്റെ അംശം കാണുകയാണെങ്കിൽ അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് ഒരു ടെസ്റ്റാണ് കൊളനോസ്കോപ്പി. കൊളനോസ്കോപ്പി പരിശോധന വഴി നമുക്ക് നമ്മുടെ വൻകുടലിൽ വളരെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ക്യാൻസറിൻ്റെ മുഴകളോ അല്ലെങ്കിൽ പോളിപ്സോ ഉണ്ടെങ്കിൽ കണ്ടെത്താൻ സാധിക്കും. ഇതുകൂടാതെ സംശയാസ്പദമായ ഭാഗങ്ങൾ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അവയിൽ നിന്നും ബയോപ്സി പരിശോധന നടത്താനും ഇതിലൂടെ സാധിക്കും. നേരിയ മയക്കത്തിൽ ചെയ്യാവുന്ന ഒരു OP പരിശോധന മാത്രമാണിത്. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം തന്നെ രോഗിക്ക് ആശുപത്രി വിട്ട് പോകാവുന്നതാണ്. ഇന്റർനാഷണൽ ഗൈഡ് ലൈൻസ് അനുസരിച്ച് 50 വയസ്സ് കഴിഞ്ഞ എല്ലാ വ്യക്തികളും അവരുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു കൊളനോസ്കോപ്പി പരിശോധന ചെയ്യേണ്ടതാണ്. അതിൻ്റെ പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ അതിനാണ് നമ്മൾ സ്ക്രീനിങ് കൊളനോസ്കോപ്പി എന്ന് പറയുന്നത്. അതിൻ്റെ പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ കോളൻ ക്യാൻസർ വളരെ പ്രാരംഭഘട്ടത്തിൽ നേരത്തെ പറഞ്ഞ പോലെ പോളിപ്പായിട്ടായിരിക്കും തുടങ്ങുന്നത്. ആ സ്റ്റേജിൽ ഇത് ക്യാൻസർ അല്ല. സ്ക്രീനിങ് കൊളനോസ്കോപ്പി ചെയ്യുന്നത് വഴി നമുക്ക് ഈ പോളിപ്പ് ഘട്ടത്തിൽ തന്നെ ഇവയെ കണ്ടെത്താൻ സാധിക്കുകയും ആ സ്ക്രീനിങ് കൊളനോസ്കോപ്പി ചെയ്യുന്ന സമയത്ത് തന്നെ ഈ പോളിപ്പ് നീക്കം ചെയ്യുന്ന വഴി ആ വ്യക്തിയിൽ ക്യാൻസർ വരാനുള്ള സാധ്യതയെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും.